ഹേ ഫ്രണ്ട്സ്, വെൽക്കം ടു Cooksapp. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. ഞാൻ പ്രോമിസ് ചെയ്ത പോലെ എഗ്ലെസ് ഡേറ്റ്സ് ബ്രെഡ് പുഡിംഗ്. ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ഡേറ്റ്സ് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. നമ്മുടെ ഈ സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഡേറ്റ്സ് പുഡിംഗ് നമ്മൾ ചോക്ലേറ്റ് സോസ് വെച്ചിട്ടാണ് സെർവ് ചെയ്യാൻ പോണത്. കാണുമ്പോൾ തന്നെ കൊതിയാവില്ലേ? അപ്പോൾ നമുക്ക് റെസിപ്പി ഉണ്ടാക്കി നോക്കാം. ഫസ്റ്റ് ഞാൻ ഒരു 20 to 25 ഈന്തപ്പഴം ഡേറ്റ്സ് ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മുന്തിരി, അതേപോലെ തന്നെ 20 to 25 നമ്പേഴ്സ് മുന്തിരി ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ളൊരു ബേസ് ഇൻഗ്രീഡിയൻ്റാണ്. പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂവും കുറച്ച് ബദാമും ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കാഷ്യൂ ഞാൻ വിത്ത് വൈസാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ബദാം ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്, സ്ലൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച നമ്മുടെ ഇതുണ്ടല്ലോ ഡേറ്റ്സ്, ഞാനതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിലത്തെ ഹാഫ് എടുത്തിട്ട് ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് സ്മോൾ പീസസ് ആക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഡേറ്റ്സ് ഞാൻ ഇതേപോലെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിരിക്കുകയാണ്. നമുക്കിത് നമ്മുടെ ഡേറ്റ്സിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഫ് ഓഫ് ദി ഈന്തപ്പഴം ഉപയോഗിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതും നമ്മുടെ മുന്തിരി കുതിർത്ത് വെച്ചതുണ്ടല്ലോ, ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സിയിൽ നല്ലൊരു പേസ്റ്റാക്കി എടുക്കാം. അപ്പം ഞാൻ എൻ്റെ മിക്സിയിലേക്ക് എൻ്റെ ഈന്തപ്പഴം കുരു കളഞ്ഞിട്ടുള്ള ഈന്തപ്പഴം അങ്ങനെ ഞാൻ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഹാഫ് ഓഫ് ദി ഡേറ്റ്സ് ഞാൻ കുരു കളഞ്ഞത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. പറ്റും ആ തോളൊക്കെ എടുത്ത് കളയുക കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ കുതിർന്ന് വെച്ചിട്ടുള്ള മുന്തിരിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത മുന്തിരി ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കിസ്മിസ് മാത്രമേ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതാണ് ആഡ് ചെയ്യണത്. എന്നിട്ട് ഇത് പേസ്റ്റാക്കി എടുക്കണമല്ലോ. ആ പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 to 4 ടേബിൾ സ്പൂൺസ് ഓഫ് മിൽക്ക്, നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക. ഒന്ന് പേസ്റ്റായി വരാൻ തക്ക രീതിയിൽ നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അടിച്ചെടുത്തിട്ട് പോരെങ്കിൽ നമുക്ക് പിന്നെയും വേണമെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനത് അടച്ചിട്ട് ഞാനൊന്ന് പേസ്റ്റാക്കി എടുക്കട്ടെ. ഇപ്പോൾ നല്ലൊരു പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ അടപ്പിലത്തേക്ക് എടുത്തിലേക്ക് ഒന്ന് മാറ്റട്ടെ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇതും നമ്മളൊരു പേസ്റ്റ് ഉണ്ടാക്കും, കസ്റ്റേർഡ് പേസ്റ്റ്. അപ്പോൾ ആ കസ്റ്റേർഡ് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്, തിളപ്പിച്ച പാല്. എന്നിട്ട് ഈ തിളപ്പിച്ച ആറിയ പാലാട്ടോ, ചൂടില്ലാത്ത പാലാണ്, തിളപ്പിച്ച ആറിയ പാലാണ്. എന്നിട്ട് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കസ്റ്റേർഡ് പൗഡർ ഇല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ, വാനില ഫ്ലേവേർഡ് കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണേ. കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് കാര്യമായിട്ട് വാനില ഫ്ലേവർ വന്നു കഴിഞ്ഞാൽ ആ ഡേറ്റ്സിൻ്റെ ടേസ്റ്റ് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഡേറ്റ്സ് പുഡിങ്ങിനെ കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ കിട്ടുക. നിങ്ങൾക്ക് നല്ലോണം തിക്കായിട്ടാണ് വേണ്ടത്, സ്റ്റിക്കി ആയിട്ട് വേണ്ടത് വെച്ചാൽ 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഒരു വാൽപ്പാനയിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇതാണ് കപ്പ്. ഇതിലേക്ക് ഞാൻ 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്റ്റൗ ഓൺ ചെയ്യുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സാണ് കേട്ടോ. നമ്മൾ പാലും കസ്റ്റേർഡ് പൗഡറും കൂടെ ഉണ്ടാക്കി വെച്ചല്ലേ, ആ മിക്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മെല്ലെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഡേറ്റ്സ് മിക്സും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ടു ലോൻ്റെ ഇടയിലേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മെല്ലെ അത് കുറുകി വരും.
നമുക്ക് കൂടുതൽ തിക്കായിട്ടുള്ളത് വേണം വെച്ചാൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആഡ് ചെയ്യാം. പക്ഷേ അതിൽ വാനിലയുടെ എസെൻസ് കൂടും, അപ്പോൾ നമുക്ക് ഡേറ്റ്സിൻ്റെ ടേസ്റ്റ് കാര്യം വരില്ല. ഇനി ഞാൻ അടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് പഞ്ചസാരയാണ്. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർക്കാം. നിങ്ങൾക്ക് മോഡറേറ്റ് മധുരം മതിച്ചാൽ 5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. മധുരം പോരെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോണത് കുറച്ച് നട്ട്മെഗാണ് കേട്ടോ. നമ്മുടെ ജാതിക്ക ഉണ്ടല്ലോ, അത് ഞാൻ ഉരച്ചിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നല്ലൊരു ടേസ്റ്റ് വരും നമ്മുടെ പുഡിങ്ങിന്. ഡേറ്റ്സിൻ്റെ കൂടെ ജാതിക്കയുടെ പൊടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് കേട്ടോ, ഭയങ്കരമായിട്ടൊന്നും ഉരക്കരുതേ, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടു, ഒരു ഏകദേശം ഒരു 2-3 ഉള്ളുണ്ടാവും, ഏകദേശം കാണണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സിനമൺ പൗഡർ ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. സിനമൺ പൗഡർ എങ്ങനെ ഉണ്ടാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ സിനമൺ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ എനിക്കതിൻ്റെ ടേസ്റ്റ് കാര്യം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് 1 ടേബിൾ സ്പൂൺ സോൾട്ടഡ് ബട്ടർ ആട്ടോ. നിങ്ങൾക്ക് സോൾട്ടഡ് ബട്ടർ അവൈലബിൾ അല്ലെങ്കിൽ അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക 1 ടേബിൾ സ്പൂണ്. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ സോൾട്ടഡ് ബട്ടർ എടുക്കണോണ്ട് ഞാൻ ഉപ്പ് വേറെ ചേർക്കണില്ല. ഇത് കണ്ടു, അപ്പം എല്ലാം തിക്കണായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ആക്കി വെക്കുക കേട്ടോ, അതല്ലെങ്കിൽ അടിപ്പിടിക്കുക. അപ്പോൾ ഫ്ലെയിം ലോയിലാക്കിയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം എല്ലാം ഒന്ന് തിക്കണായി വരാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം ഏകദേശം നമുക്കൊന്ന് തിക്കണായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു, നമുക്ക് ഏകദേശം ഒന്ന് തിക്കണായി വന്നാൽ നമുക്ക് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുക. ബട്ടറൊക്കെ നന്നായി ഒന്ന് മെൽറ്റ് ആവട്ടെ. നമുക്ക് നമ്മുടെ ടിന്ന് നമുക്കൊന്ന് ബട്ടർ വെച്ചിട്ട് ഇതെടുക്കാം. ഇതെൻ്റെ പഴയ അലുമിനിയം ടിന്നാട്ടോ. ഞാൻ സ്ഥിരം കേക്ക് ഉണ്ടാക്കാറുള്ള ടിന്നാണ്. അപ്പോൾ അതിലിങ്ങനെ അടിപ്പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഈ സൈഡൊക്കെ ബ്രൗൺ ആയിട്ടുള്ള. അതിൽ വേറെ അലുമിനിയം ടിന്നില്ല അപ്പോൾ തൽക്കാലം. ഞാൻ ഈ ഭംഗിയുള്ളതൊന്ന് വാങ്ങിച്ചിട്ട് ഞാൻ വേറെ റെസിപ്പി ഉണ്ടാക്കി കാണിച്ചത്. ഇപ്പോൾ എൻ്റെ നമ്മുടെ പഴയ അലുമിനിയം ടിന്നാണ്. നന്നായിട്ട് സൈഡിലൊക്കെ ബട്ടർ തേച്ച് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ ബ്രെഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ആദ്യം 4 കഷ്ണം ബ്രെഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനതിങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിച്ചിട്ട് ചേർക്കാം, പക്ഷേ എനിക്കിങ്ങനെ ചേർക്കണതാണ് ഇഷ്ടം. അതാകുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ഒതുങ്ങി കിട്ടും. നമുക്ക് മുറിച്ചെടുക്കുമ്പോഴൊന്നും ലൈക്ക് നമുക്ക് പ്ലേസ് ചെയ്യാനൊക്കെ എളുപ്പത്. അപ്പോൾ ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിലത്തെ ഈ ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രെഡ് കഷ്ണം കൂടെ എടുത്തിട്ട് ഞാൻ സൈഡിൽ പൊട്ടിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവാം കേട്ടോ. ഏകദേശം ഒന്ന് ഫില്ല് ചെയ്ത് കിട്ടുന്ന രീതിയിൽ. ഫുൾ കവർ ചെയ്യണമെന്നില്ല, എന്നാലും ഏകദേശം ഒന്ന് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പൊട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബേസിന് ആദ്യം 5 ഇതെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ എൻ്റെ നമ്മുടെ കസ്റ്റേർഡ് ആൻഡ് നമ്മുടെ ഡേറ്റ്സ് മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ. അപ്പം ഇങ്ങനെ ഏകദേശം നമ്മുടെ ഹോൾ ബ്രെഡ് ഉണ്ടല്ലോ അതിലിങ്ങനെ സോക്കായിട്ട് കിടക്കണം. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. ഇനി ഞാൻ എൻ്റെ ഡേറ്റ്സ് മുറിച്ച് വെച്ചതുണ്ടല്ലോ, അത് ഞാൻ ഈവൻലി സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ വാനില ടേസ്റ്റ് വേണമെങ്കിൽ നിങ്ങളുടെ ആ കസ്റ്റർഡ് പൗഡർ മിക്സിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്ക് നമ്മുടെ ഡേറ്റ്സ് പുഡിംഗ് ആണല്ലോ നമ്മൾ ഉണ്ടാക്കണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് വാനിലയുടെ ടേസ്റ്റ് എടുത്ത് കാണിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ഡേറ്റ്സ് പുഡിംഗ് ആകുമ്പോൾ ഡേറ്റ്സിൻ്റെ ടേസ്റ്റ് ആണല്ലോ വരണ്ടേ, അതുകൊണ്ടാണ്. നന്നായിട്ടൊന്ന് ഈവൻലി ഏകദേശം എല്ലാവരുടെയും സ്പ്രെഡ് ആവുന്ന രീതിയിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇടയിലൊക്കെ ഇങ്ങനെ ഗ്യാപ്പൊക്കെ ഏകദേശം ഈക്വലാക്കി എടുക്കുക. ഫുൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡേറ്റ്സ് ആണ് നമ്മുടെ സെക്കൻഡ് ലെയർ. ഇനി ഞാൻ അടുത്ത ലെയർ ഉണ്ടാക്കാൻ വേണ്ടി 5 കഷ്ണം ബ്രെഡ് എടുക്കുന്നുണ്ട്. അതിലത്തെ ഒരു കഷ്ണം ഞാൻ ആദ്യം മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ 4 കഷ്ണങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ പോവാണ്.
ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് ഫിറ്റാക്കി വെക്കുക കേട്ടോ. ഇനി ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇനി നമുക്ക് ആ ഗ്യാപ്പ് നേരത്തെ പോലെ തന്നെ കഷ്ണം പൊട്ടിച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ നോക്കാം. നമുക്ക് ആ ഗ്യാപ്പ് ഒന്ന് ആദ്യം ഫില്ല് ചെയ്യാം, എന്നിട്ട് നമുക്ക് കസ്റ്റർഡ് പൗഡറിൻ്റെ മിക്സ് അടുത്തത് ഒഴിക്കാം. ഒന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ 6 കഷ്ണമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ കൺസിസ്റ്റൻസി, ഏത് കൺസിസ്റ്റൻസി വേണം എൻ്റെ കസ്റ്റർഡ് പുഡിങ്ങിനനുസരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ 5 കഷ്ണം യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള പുഡിങ്ങാണ് ഇഷ്ടം. തിക്കായിട്ടുള്ളത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ 6 കഷ്ണം ഉപയോഗിക്കാം. എന്നിട്ട് ഈ ബാക്കിയുള്ള മിക്സ് മൊത്തം അതിൻ്റെ മേലെ കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുക. സ്പ്രെഡ് ഔട്ട് ചെയ്യുക, നന്നായിട്ട് ഈവൻലി സ്പ്രെഡ് ഔട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ഇത് ഫുൾ സോക്ക് ചെയ്യാൻ സമ്മതിക്കുക. നമ്മുടെ ബ്രെഡ് ഇത് മിക്സിൽ ഫുൾ സോക്ക് ആവണ വരെ നമ്മളിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നത് നമ്മുടെ ബ്രെഡൊക്കെ നന്നായിട്ടിത് സോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു 5 മിനിറ്റ്സ് ഒക്കെ എടുക്കും ഏകദേശം ഒന്ന് സോക്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശമൊക്കെ നന്നായിട്ട് സോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കസ്റ്റർഡ് മിക്സിൻ്റെ മേലെ കൂടെ നമുക്ക് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ കാഷ്യൂ, അതേപോലെ തന്നെ ബദാം, ഇനി വാൾനട്ട്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, പിസ്ത, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. എനിക്ക് പൊതുവേ ഇതിലേക്ക് കിസ്മിസ് ആഡ് ചെയ്യാൻ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കിസ്മിസ് ആഡ് ചെയ്യാണ്. എനിക്കിതിൽ എനിക്ക് വെറുതെ കിസ്മിസ് ഇങ്ങനത്തെ സാധനത്തിലൊന്നും കടിക്കണം ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പായസത്തിൽ പോലും ചിലപ്പോൾ ഇടാറില്ല. അപ്പോൾ എനിക്കിങ്ങനെ വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനെ വല്ല ഡെസേർട്ടിൽ ഇട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പം നിങ്ങൾക്ക് ഒരു കാണിക്കാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആ കിസ്മിസ് ഇടാൻ പോവാണ്. ഇനി അഥവാ കിസ്മിസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് വെച്ച് തന്നെ ആ മേലത്തെ ലെയറും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു ഭംഗിക്കുള്ള പറഞ്ഞിട്ട് ഞാനിങ്ങനെ കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതേപോലെ കണ്ടു, ഇതിപ്പോൾ അവിടെ ഈ ഭാഗത്തൊക്കെ നോക്കിക്കണം, നടുവിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ പ്രഷർ കുക്കറിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ആദ്യം നമ്മുടെ പ്രഷർ കുക്കർ ഓൺ ചെയ്യാം. നമുക്ക് പ്രഷർ കുക്കർ ഗ്യാസിൽ കയറ്റി വെച്ചിട്ട് ഓൺ ചെയ്യുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ അടപ്പുണ്ടല്ലോ, അടപ്പിൻ്റെ നമ്മുടെ ഈ ഗ്യാസ്കറ്റ് ഉണ്ടല്ലോ, ഗ്യാസ്കറ്റ് റിമൂവ് ചെയ്യുക കേട്ടോ. അതല്ലെങ്കിൽ അത് കേട് വരാൻ ചാൻസ് ഉണ്ട്. ഗ്യാസ്കറ്റ് റിമൂവ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് 5 മിനിറ്റിന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഓൺ ചെയ്ത് വെക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഉള്ളിലത്തെ മോയ്സ്ചർ ഉണ്ടല്ലോ അത് പോകാൻ വേണ്ടിയിട്ടും, നമ്മുടെ പൊതുവെ നമ്മളൊരു സാധാരണ അവൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. അതേ എഫക്റ്റാണ് ഇതിൽ. അപ്പം അങ്ങനെ 5 മിനിറ്റിന് ഹീറ്റ് ചെയ്യുക. 5 മിനിറ്റിന് ഹീറ്റ് ചെയ്തതിന് ശേഷം തുറന്ന് നോക്കി നല്ല ചൂടുണ്ടാവുകയെ, എന്നടുത്തേക്കൊന്നും കൈ കൊണ്ടുവരുത്. അപ്പം നല്ല ചൂടുണ്ടാവും. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ അടിഭാഗം അടിപ്പിടിച്ചിട്ട് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കല്ലുപ്പുണ്ടല്ലോ, നമ്മൾ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1.5-2 കപ്പ് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കാര്യ വിലയില്ലാത്ത സാധനമാണല്ലോ, അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 1-1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ബേസൊക്കെ നന്നായിട്ട് ഉപ്പ് വെച്ച് കോട്ട് ചെയ്തതിന് ശേഷം അതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വയ്ക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാ ഉള്ളത്, അപ്പോൾ ഞാനത് ഇറക്കി വെക്കണേ. പിന്നെ അതിൻ്റെ മേലെ നമ്മുടെ കൈ തട്ടാതെ സൂക്ഷിക്കണം കേട്ടോ, നമ്മുടെ കസ്റ്റേർഡിൻ്റെ കേക്ക് ടിന്ന് കയറ്റി വയ്ക്കുക. എന്നിട്ട് അടച്ച് വയ്ക്കുക. സൂക്ഷിച്ചടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് നമ്മുടെ ഫ്ലെയിം ഉണ്ടല്ലോ, ഫ്ലെയിം ഏകദേശം നല്ലോണം ലോ ആക്കി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ കേക്ക് ഒരു 30 to 45 മിനിറ്റ്സ് കുക്ക് ചെയ്യാൻ സമ്മതിക്കുക.
അപ്പോൾ എനിക്ക് ഏകദേശം 45 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ എനിക്ക് 30 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ലൈക്ക് ഓരോ ഗ്യാസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് വെച്ച് നോക്കുക, ആയിട്ടില്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സും കൂടെ വെച്ച് നോക്കുക. അപ്പോൾ ഞാൻ എന്താ 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നു നോക്കുകയാണ്. ഇത് കണ്ടു എൻ്റെ അപ്പോൾ തന്നെ സൈഡൊക്കെ കണ്ടു, ഇങ്ങനെ ചൂടിങ്ങനെ പോയിട്ടില്ലേ, കൊണ്ട് ഇങ്ങനെ. അപ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിരിക്കും, ഫുള്ളായിട്ട് നമ്മുടെ കേക്ക് ഉള്ള പോലെ അങ്ങനെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് സോളിഡായിട്ടൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം പുഡിംഗ് ആണല്ലോ, അപ്പോൾ അത് ഗ്രാജ്വലി ആണ് അത് തിക്കനാവുക. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക, ഒരു 15 to 20 മിനിറ്റ്സ് അത് റെസ്റ്റ് ചെയ്യാൻ സമയിക്കുക. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് റെഫ്രിജറേറ്ററിലേക്ക് കയറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ എൻ്റെ ടേബിളിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്, ഫാനിൻ്റെ താഴേക്ക് സൂക്ഷിച്ചെടുക്കുക. എന്നിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് 2 hours നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കണം. അതിന് ശേഷം പ്ലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മൾ ചോക്ലേറ്റ് സോസ്, ഇങ്ങനെ ചൂടുള്ള ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റാട്ടോ അത് ചോക്ലേറ്റ് സോസിൻ്റെ കൂടെ കഴിക്കാൻ. ചോക്ലേറ്റ് സോസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാനതിന് ഒരു വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കാം. അപ്പം ഇങ്ങനെ ചൂടുള്ള ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ചൂടോടെ കഴിക്കുക. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നു കേട്ടോ. ടാറ്റാ, ബൈ ബൈ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ കസ്റ്റർഡ് പൗഡറിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഞാൻ പറയാൻ മറന്നുപോയി. ഇത് നോക്കിയാൽ മതി, ഇതാണ് കസ്റ്റർഡ് പൗഡറിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ്സ് താഴെ എഴുതാൻ മറക്കരുത്. ഇതേപോലെ വേറെ റെസിപ്പീസായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.